ഒരു ദൈവമുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. നീ ലോകത്ത് ജീവിക്കുമ്പോൾ എന്നെ ആരും കാണാനില്ലല്ലോ, ഞാൻ എന്തിനു ജീവിക്കുന്നു പറഞ്ഞുകൊണ്ട് ജീവിതം മടുത്ത് മുന്നോട്ട് പോകുന്ന സ്നേഹിത, നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിനക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ദൈവമാ. സൃഷ്ടാവായ ദൈവം അതേ മനുഷ്യൻ പാപത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, ഏദൻ പർദീസയിൽ വെച്ച് അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതിയാകുന്നു സുവിശേഷം. നിങ്ങൾക്കറിയാവോ, ഏദൻ പർദീസയിൽ വെച്ച് അവർ ദൈവത്തിന്റെ വചനത്തെ അവർ അവിശ്വസിച്ചു. ദൈവത്തെ അവർ കൂട്ടാക്കിയില്ല. ദൈവത്തിന്റെ ഇഷ്ടത്തെ അവർ മാറ്റിവെച്ചിട്ട് സാത്താന്റെ ഇഷ്ടത്തിലേക്ക് അവർ കടന്നു വന്നപ്പോൾ ദൈവവചനം പറയുകയാണ്, ഒരു പാപത്തിൽ അകപ്പെട്ടു പോയി. സായങ്കാലങ്ങളിൽ ദൈവം കടന്നു വന്ന് അവരുടെ അടുക്കൽ അവരോടൊപ്പം സംസാരിച്ചിരുന്നതാ, കൂട്ടായ്മ ഉണ്ടായിരുന്നതാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാവോ, ഒരു ദിവസം വൈകുന്നേരം വന്നപ്പോൾ അവരെ കാണുന്നില്ല. അവർ അതേ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് അകന്നുപോയി വേറെ എങ്ങോ മറഞ്ഞിരുന്നു. ഇന്ന് കടമെടുത്ത് താമസിക്കുന്ന നിങ്ങളുടെ ജീവിതവും അതുപോലെയല്ലേ സ്നേഹിതരെ? ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് സത്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഏകരക്ഷിതാവ് യേശു മാത്രമുള്ളൂ എന്ന് അറിഞ്ഞിട്ട് ഏക മാർഗം, സ്വർഗത്തിലേക്കുള്ള ഏക രക്ഷാമാർഗം യേശുവിന്റെ നാമം മാത്രമുള്ളൂ എന്ന് അറിഞ്ഞിട്ടും അന്യദൈവങ്ങളെ സേവിച്ച് കാണുന്നതിന്റെ മുമ്പിലെല്ലാം നമ്മൾ മുട്ടുമടക്കി ജീവിതം തള്ളി നിൽക്കുന്നവരെങ്കിൽ ഇന്ന് പകൽക്കാലം സ്നേഹത്തോടുകൂടി ആ യേശു നിങ്ങളെ വിളിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവായ യേശു നമ്മളെ ഈ പാപത്തിൽ അകപ്പെട്ട മനുഷ്യനെ രക്ഷിക്കുവാൻ പകരക്കാരനായി നമുക്ക് വേണ്ടി മരിച്ചു. ഇന്നിന്റെ ജീവിതം ആ യേശുവിനായി സമർപ്പിക്കുമ്പോൾ എത്ര വലിയ തകർച്ചയെങ്കിലും എത്ര വലിയ കണ്ണീരെങ്കിലും അതിൽ നിന്ന് വിടിവിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടാകും, എന്തൊരു കഷ്ടത, എന്തൊരു ജീവിതം, എന്തൊരു ഭാരം എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജീവിതം തള്ളി നിൽക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഉള്ളതുപോലെ നിന്റെ ഭാരങ്ങൾ അറിഞ്ഞ് നിന്റെ വേദനകൾ അറിഞ്ഞ് നിന്നെ സഹായിക്കാൻ കഴിവുള്ള ആ ദൈവം ഇന്ന് സ്നേഹത്തോടുകൂടി നിങ്ങളെ വിളിക്കുകയാണ്. ആ കർത്താവായ യേശുവിൽ പാപമില്ലായിരുന്നു. പാപമില്ലാത്ത യേശു പാപിയായി എനിക്കും താങ്കൾക്കും വേണ്ടി പാപത്തിന്റെ ശിക്ഷയെ മരണം തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. അതുകൊണ്ട് സ്നേഹിതരെ, ഈ വചനം ഇന്ന് ഈ കടമെടുത്ത് ഞങ്ങൾ പിന്നെയും പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങൾ യേശുവിനായി നിങ്ങൾ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യേശു മാത്രമാണ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവം. ഒരു പൈസ പോലും എറിയാതെ, ഒരു സ്വോത്രകാഴ്ച പോലും അർപ്പിക്കാതെ, ഒരു മെഴുതിരി പോലും കത്തിക്കാതെ നീ വിളിക്കുമ്പോൾ യേശുവേ എന്ന് വിളിച്ചാൽ നിന്റെ അടുക്കൽ വന്ന് നിന്റെ കരം പിടിക്കുന്ന ഒരു ദൈവം, അത്രമേൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം. തിരുവചനം പറയുകയാണ്, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ, താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ നിങ്ങളെ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്നേഹം, ആ യേശുവിന്റെ സ്നേഹത്തിൽ നിങ്ങളെ വിളിക്കുകയാണ്. ആ യേശു പകരക്കാരനായി മരിച്ചു. വിശുദ്ധ വചനം പറയുന്നു, 5 കോടതികൾ 6 പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ചിട്ടും യേശുവിൽ പാപമില്ല